അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുകയാണ്. ഡ്രഡ്ജറിൽ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിൽ ഇപ്പോഴിതാ നിർണായകമായി ഷഫീഖ് സൂചിപ്പിച്ചതുപോലെ 71ാമത്തെ ദിവസം ഗംഗാവലി പുഴയിൽ നിന്ന് അർജുൻ ഓടിച്ചിരുന്ന ലോറി കണ്ടെത്തിയിരിക്കുകയാണ്. ലോറിയുടെ ഒരു ഭാഗം ഇപ്പോൾ ഡ്രഡ്ജർ ഉപയോഗിച്ച് ഉയർത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഇത് അർജുൻ ഉപയോഗിച്ച തന്റെ ലോറി തന്നെയാണ് എന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏറെ നിർണായകമായി തെരച്ചിലിൽ നിന്നിപ്പോൾ കണ്ടെത്തിയതാണ് ഈ ലോറിയുടെ ഈ ഒരു ഭാഗം. 2 മാസത്തിന് ശേഷമാണ് ഇങ്ങനെ നമ്മുടെ ലോറിയുടെ ഒരു ഭാഗം കിട്ടിയത്. ഇത് കണ്ടപ്പോൾ അർജുൻ ഓടിച്ച ലോറിയാണ് എന്ന് സ്ഥിരീകരിച്ചു. അർജുന്റെ ലോറിയാണ്, അതിൻ്റെ ഉള്ളിൽ അർജുനും ഉണ്ട്. നമ്മളിത് എത്രയോ കാലമായിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്, ആ വണ്ടിന്റെ ഉള്ളിൽ അർജുനുണ്ട്, വണ്ടിന്റെ ഉള്ളിൽ നിന്ന് എവിടെയും പോകില്ല അർജുന്. എത്രയോ പ്രാവശ്യം എല്ലാവരോടും പറഞ്ഞാണ്, ആർക്കും വിശ്വാസം വന്നില്ലേനും. ഇനി നോക്കിക്കോളി, അതിൻ്റെ ഉള്ളിൽ അർജുനുണ്ട്, നമ്മളെ ലോറിയാണത്. അർജുൻ ഉൾപ്പെടെ ഈ ലോറിയുടെ ക്യാബിൻ ഭാഗത്തുണ്ട് എന്ന് വികാരത്തോടെ മനാഫ് സൂചിപ്പിച്ചു. ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അർജുൻ ഓടിച്ച മനാഫിന്റെ ലോറിയാണ് ഈ ഉയർന്ന് കാണുന്നത്. ഗംഗാവാലി പുഴയിൽ ക്രെയിൻ ഉപയോഗിച്ച് അത് ഉയർത്തിയിരിക്കുന്നു. ആ ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ 71 ദിവസമായി കാത്തിരുന്ന ഒരു വാർത്ത, അർജുനെ കണ്ടെത്തുക, ലോറിയുടെ ഭാഗം കണ്ടെത്തുക, അത് ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു. അർജുന്റെ ലോറി ഗംഗാവാലി പുഴയിൽ നിന്ന് ഉയർത്തി, അതിൻ്റെ ദൃശ്യമാണ് കാണുന്നത്. ഇന്ന് രാവിലെയാണ് ഡ്രഡ്ജറിലെ മുങ്ങൽ വിദഗ്ധർ ഗംഗാവാലി പുഴയിൽ മുങ്ങി പരിശോധന നടത്തുമ്പോൾ ഒരു വാഹനത്തിന്റെ ഭാഗം കണ്ടെത്തുകയും പിന്നീട് ആ ഭാഗത്തു നിന്ന് ഹുക്ക് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുകയും ചെയ്തു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം കൃത്യം 3 മണിയോടുകൂടിയാണ് അത് ഉയർത്തിയത്. സ്ഥലം MLA, കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ഈ ഡ്രഡ്ജറിൽ ഉണ്ടായിരുന്ന ക്രെയിൻ ഉപയോഗിച്ച് ഇപ്പോൾ അർജുന്റെ ലോറി ഉയർത്തിയിരിക്കുന്നു. അർജുൻ്റേതാണ് ഉയർന്നു കാണുന്ന ഈ ലോറി എന്ന് അർജുന്റെ ലോറിയുടെ ഉടമ മനാഫ് സ്ഥിരീകരിച്ചിരിക്കുന്നു. മനാഫ് പറയുന്നു അതിൻ്റെ ക്യാബിനകത്ത് അർജുനുണ്ട് എന്ന് മനാഫ് പറയുന്നു. അർജുൻ ഉണ്ട് എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ദിവസങ്ങളായി ഇവിടെ കുടുംബവും അതോടൊപ്പം തന്നെ മനാഫ് ഉൾപ്പെടെയുള്ള ഉടമകളും ഉള്ളത്. ആ മനാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്ത് അർജുനുണ്ട് എന്ന് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അത് ഇനി കരയിലെത്തിക്കേണ്ടതുണ്ട്. ഇന്ന് 3 മണിക്ക് ഇത് ഉയർത്തും എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നത്. കൃത്യം 3 മണിയോടുകൂടി തന്നെ അത് ഉയർത്തി. രാവിലെയാണ് ഈ പോയിന്റ് 2 നടത്തിയ തെരച്ചിലിൽ ഒരു വലിയ ലോഹഭാഗം കണ്ടെത്തിയത്. ഡ്രഡ്ജറിലുണ്ടായിരുന്ന മുങ്ങൽ വിദഗ്ധരാണ് മുങ്ങി പരിശോധിച്ചതിനു ശേഷം ഈ ലോറിയുടെ അടയാളം കണ്ടത്. അതിനുശേഷം ക്രെയിൻ ഉപയോഗിച്ച് അത് അവിടെ കൊളുത്തി വെക്കുകയായിരുന്നു. 3 മണിയോടുകൂടിയാണ് അത് ഉയർത്തിയത്. ഇനി അത് കരയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. കരയിലെത്തിച്ചതിനു ശേഷം മനാഫ് പറയുന്നത് ഇപ്പോൾ കണ്ടെത്തിയ ഈ ലോറിയുടെ ഭാഗത്തിനകത്ത് തന്നെ അർജുൻ ഉണ്ട് എന്നുള്ള കാര്യമാണ്. അത് പുറത്തെടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്, കൃത്യമായ പരിശോധനയിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ആ സ്ഥലത്ത് നിന്ന് ഗംഗാവലി പുഴയുടെ ആ ഭാഗത്തായിട്ടാണ് ലോറി കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കരയിലേക്കൊക്കെ എത്തിക്കാൻ കൂടുതൽ സമയമെടുക്കുമോ? ഡ്രഡ്ജറിന്റെ ക്രെയിൻ ഉപയോഗിച്ചാണ് ഇപ്പോൾ അത് ഉയർത്തിയിരിക്കുന്നത്. ആ ഡ്രഡ്ജറിന്റെ ക്രെയിൻ ഉപയോഗിച്ച് അത് കരയിലെത്തിക്കാനാവുമോ എന്നത് പരിശോധിക്കേണ്ടതാണ്. ഇനി കരയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കണം. ഇപ്പോൾ അതിൻ്റെ ക്യാബിനകത്ത് അർജുനുണ്ട് എന്നൊരു പ്രതീക്ഷയാണ് മനാഫ് പങ്കുവെച്ചത്. അതിനകത്ത് അർജുനുണ്ട് എന്ന് വളരെ പ്രതീക്ഷയോടുകൂടി മനാഫ് പറയുന്നു. അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയൂ. ആ മധ്യഭാഗത്തായി ഗംഗാവാലി പുഴയുടെ മധ്യഭാഗത്തായി ഈ പോയിന്റ് 2 നിന്നാണ് ഇപ്പോൾ അർജുൻ ഉൾപ്പെടെ കണ്ടെത്തേണ്ടത്. ആ ലോറി കണ്ടെത്തിയിരിക്കുന്നു. ആ ലോറിയുടെ അകത്ത് അർജുനുണ്ട് എന്ന് മനാഫ് പറയുന്നു. ആ ബോട്ട് ഇപ്പോൾ STRFന്റെ സംഘാംഗങ്ങൾ അവിടെ ബോട്ടിലെത്തിയിട്ടുണ്ട്. അവർ അതിന്റെ സജ്ജീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പരിശോധിക്കും. അത് പരിശോധിച്ചതിന് ശേഷം ഷഫീഖിലേക്ക് മടങ്ങിയെത്താം. ഏറെ നാളുകളായി നമ്മൾ കാത്തിരുന്ന ഈ തെരച്ചിലിനൊടുവിൽ ഇപ്പോൾ അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുകയാണ്. ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിൽ ഗംഗാവലി പുഴയിൽ നിന്ന് അർജുൻ ഉപയോഗിച്ചിരുന്ന ലോറിയുടെ ഒരു ഭാഗം ഇപ്പോൾ പൊക്കിയെടുക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഇത് പൊക്കിയെടുക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ തുടങ്ങിയത്. അതിനകത്ത് ഇനിയിപ്പോൾ മൃതദേഹം ഉണ്ടോ എന്നുള്ള കാര്യത്തിലാണ് ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നത്. അതിനകത്ത് തന്നെ ഉണ്ട് അർജുൻ എന്നാണ് മനാഫ് പറയുന്നത്. ലോറി ഉടമ മനാഫ് അവിടെ തന്നെ ദിവസങ്ങളായി ഉണ്ട്. ആ ലോറി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ലോറിയുടെ ഭാഗം അത് അർജുൻ്റേത് തന്നെയാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് മനാഫ്. ഇനി ആ പുഴയിൽ നിന്ന് ആ ലോറിയുടെ ഭാഗം കരയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനകത്ത് വിശദമായി
പരിശോധിക്കേണ്ടതുണ്ട്. അതിനൊക്കെ ശേഷം മാത്രമേ കൃത്യമായി നമുക്കൊരു സ്ഥിരീകരണം നൽകാൻ കഴിയുകയുള്ളൂ. നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ 71 ദിവസത്തിന് ശേഷം 71 ദിവസം മുൻപാണ് ഈ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ അർജുന്റെ ലോറി ഉൾപ്പെടെ കാണാതാകുന്നത്. വലിയ തെരച്ചിലുകൾക്കൊക്കെ ഒടുവിൽ ഇപ്പോൾ അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുകയാണ്.